വെൽക്കം ടു എജു ടോക്സ്. CM കിഡ്സ് സ്കോളർഷിപ്പിലെ ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 ബിയോണ്ട് ഫിയറിലെ ആദ്യത്തെ ചാപ്റ്റർ ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Question number 1. Dilna and Isaac reached at the kitchen. They grabbed the cookies. Here, they grabbed the cookies means. ചോദ്യം എന്താണ്? ദിൽന ആൻഡ് ഇസാക്ക് reached at the kitchen. അവരെവിടെ എത്തി? കിച്ചണിലെത്തി. They grabbed the cookies. അവർ കുക്കീസ് ഗ്രാബ് ചെയ്തെടുത്തു. Here, they grabbed the cookies means. ഇവിടെ they grabbed the cookies എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, they snatched the cookies slowly. അവർ മെല്ലെ അത് സ്നാച്ച് ചെയ്തെടുത്തു. ബി, they snatched the cookies quickly. വളരെ പെട്ടെന്ന് തന്നെ പ്ലേറ്റിൽ കണ്ടപ്പോൾ അതെടുത്തു. ഓപ്ഷൻ സി, they throwed the cookies slowly. അവര് കുക്കീസ് ത്രോ ചെയ്തു, എറിഞ്ഞു. എങ്ങനെയാ? സ്ലോലി, മെല്ലെ. ഡി, they throwed the cookies quickly. വളരെ പെട്ടെന്ന് തന്നെ അവരത് എടുത്തിട്ട് എറിഞ്ഞു. ഇതിൽ ഏതാണ് ആൻസർ വരിക? they grabbed the cookies. എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആൻസർ ഏതാണ്? ബി. they snatched the cookies quickly. അവർ പെട്ടെന്ന് തന്നെ ആ കുക്കീസ് എന്ത് ചെയ്തു? സ്നാച്ച് ചെയ്തെടുത്തു, തട്ടിപ്പറിച്ച് പ്ലേറ്റിൽ നിന്നും എടുത്തു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Question number 2. The opposite word of curious is given below. Which one is correct? അപ്പം ക്യൂരിയസ് എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പൊ ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൗതുകം അല്ലെങ്കിൽ താല്പര്യം, ജിജ്ഞാസ എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ച വേർഡാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് നമ്മളടുത്ത് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്പർ 1, ഇൻഡിഫറെന്റ് ആയിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? താല്പര്യമില്ലാതെ, കൗതുകമില്ലാതെ മറ്റുള്ളവരിൽ നിന്ന് ഒരു ഇൻഡിഫറെന്റ് ആയിട്ട് പെരുമാറുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ട്, അതായത് ഒരു താല്പര്യമില്ലാതെ, കൗതുകമില്ലാതെ പെരുമാറുക. അടുത്തതാണ് ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞാല് പോരാ, ഇൻസഫിഷ്യന്റ് സ്പേസ്. ഈ ഒരു സ്പേസ് ഇൻസഫിഷ്യന്റ് ആണ്, ഇത് പോരാന്ന് പറയില്ല നമ്മള്. മൂന്നാമത്തത് വരുന്നത് ഇൻക്യൂരിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൗതുകമില്ലാതെ പെരുമാറുന്നതിനാണ് ഇൻക്യൂരിയസ് എന്ന് പറയുക. ലാസ്റ്റ് വൺ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വതന്ത്രമായ എന്ന മീനിങ് വരുന്നതാണ് ഇൻഡിപെൻഡന്റ്. അപ്പൊ ഇതില് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ക്യൂരിയസ് എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഒന്ന് നമുക്കറിയാം, ഇൻക്യൂരിയസ് ആണ്. പിന്നെ ഇൻസഫിഷ്യന്റ് വരുമോ? സഫിഷ്യന്റ് പോരാ, അല്ല, അത് വരില്ല. ഇൻഡിപെൻഡന്റ് വരുമോ? ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരാള്, ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആണ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അത് വരില്ല. ഇൻഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? താല്പര്യമില്ലാതെ. അപ്പം ആൻസർ 1. അപ്പൊ ഓപ്ഷൻസിൽ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 1 and 3, ഓപ്ഷൻ സി 1 and 4, ഓപ്ഷൻ ഡി 2 and 3. ഇതിൽ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി 1 and 3 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Question number 3. Pick out the correct meaning of the words given. താഴെ തന്നിട്ടുള്ള വേർഡ്സിന്റെ കറക്റ്റ് മീനിങ് ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വേർഡ് ഇസ് കൺസോൾ ആൻഡ് സെക്കൻഡ് വേർഡ് ഇസ് കറേജ്. ഒന്നാമത്തെ വേർഡ് കൺസോൾ ആണ്, രണ്ടാമത്തെ വേർഡ് കറേജ് ആണ്. ഇത് രണ്ടും നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചിട്ടുള്ള വേർഡാണ്. ഓക്കെ, സോ അതിന്റെ കറക്റ്റ് മീനിങ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ, ടു കംഫർട്ട് സമ്മൺ ഹു ഇസ് സാഡ്. ഇത് വളരെ സങ്കടത്തോട് നിൽക്കുന്ന ഒരാളെ എന്ത് ചെയ്യുക? ആശ്വസിപ്പിക്കാം. ഓപ്ഷൻ ബി, ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം ചോദിക്കുക. സി, ടു ഫീൽ അഫ്രൈഡ്. അതായത് പേടി തോന്നാം. ഇതില് ഒരാളെ കൺസോൾ ചെയ്യുക എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ എ, ടു കംഫർട്ട് സമ്മൺ ഹു ഇസ് സാഡ്. ഓക്കെ, അടുത്തത് കറേജ്. ഓപ്ഷൻ എ, ടു ടെൽ എ ലൈ.
ഒരു കള്ളം പറയാം. ടു ടെൽ എ ലൈ. ബി, ദ എബിലിറ്റി ടു ഡു സംതിങ് ദാറ്റ് ഫ്രൈറ്റൻസ് യു. നിങ്ങൾക്കത് ചെയ്യാൻ പേടിയാണെങ്കിൽ കൂടി നിങ്ങളത് ചെയ്യുക, അത് ചെയ്യാനുള്ള ഒരു എബിലിറ്റി. ഓപ്ഷൻ സി, ടു ഡു സംതിങ് ക്വിക്ക്ലി. വളരെ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാം. അപ്പൊ എന്താണ് കറേജ്? പെട്ടെന്നൊരു കാര്യം ചെയ്യുന്നതാണോ? അല്ല അല്ലേ? ദ എബിലിറ്റി ടു ഡു സംതിങ് ദാറ്റ് ഫ്രൈറ്റൻസ് യു. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ചൂസ് ദ കറക്റ്റ് സ്പെൽഡ് വേർഡ്. കറക്റ്റ് സ്പെല്ലിങ്ങിൽ എഴുതിയിട്ടുള്ള വേർഡ്, കറക്റ്റായ വേർഡ് ചൂസ് ചെയ്യാനാണ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പൊ ഹീറോസ് എന്നുള്ള വേർഡ് നമ്മൾ ഇംഗ്ലീഷിൽ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണ്? അതായത് കറക്റ്റ് സ്പെൽഡ് വേർഡാണ്. അത് കറക്റ്റ് സ്പെല്ലിങ്ങിലുള്ള വേർഡ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഹീറോസ് എന്നുള്ള വേർഡിൻ്റെ കറക്റ്റ് സ്പെൽഡ് വേർഡാണ്. ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ്? ഹീറോസ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചിട്ടുള്ള വേർഡാണ് ഹീറോസ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്. HEROES അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ പാസേജ് വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. One sunny afternoon, Kelly was playing with her brother in the backyard. Suddenly, she saw smoke coming from her neighbor's house. She quickly ran to her mother. She said, "There is a fire." Suddenly, Kelly called the fireman. Even though she was scared, she held her brother's hand. She said, "We must stay strong." The fireman came and put out the fire quickly. Okay, അപ്പോൾ പാസേജ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. One sunny afternoon, Kelly was playing with her brother in the backyard. കെല്ലി എന്ന് പറഞ്ഞ കുട്ടി ആരോ കൂടെ കളിക്കുകയായിരുന്നു? മുറ്റത്ത് അനുജനുമായിട്ട് ബ്രദറിൻ്റെ കൂടെ കളിക്കുകയായിരുന്നു. സഡൻലി ഷീ സോ സ്മോക്ക് കമ്മിങ് ഫ്രം ഹർ നൈബേഴ്സ് ഹൗസ്. പെട്ടെന്നാണ് അവൾ എന്താ കണ്ടത്? ഷീ സോ സ്മോക്ക് കമ്മിങ് ഫ്രം ഹർ നൈബേഴ്സ് ഹൗസ്. അടുത്തുള്ള വീട്ടിൽ നിന്നും പുക പൊന്തുന്നത് കണ്ടു അല്ലേ? വാട്ട് ഡിഡ് ഷീ ഡു? ഷീ ക്വിക്ക്ലി റാൻ ടു ഹർ മദർ. അമ്മയുടെ അടുത്തേക്ക് ഓടി. ഷീ സെഡ്, അവൾ എന്താ പറഞ്ഞത്? ദർ ഇസ് എ ഫയർ. അവിടെ എന്തുണ്ട്? ഫയർ, തീ ഉണ്ട് അല്ലേ? സഡൻലി കെല്ലി കോൾഡ് ദ ഫയർമാൻ. പെട്ടെന്ന് തന്നെ കെല്ലി ആരെ വിളിച്ചു? ഫയർമാനിനെ വിളിച്ചു. ഈവൻ തോ ഷീ വാസ് സ്കെയർഡ്, അവൾക്ക് ഭയമുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഷീ ഹെൽഡ് ഹർ ബ്രദേഴ്സ് ഹാൻഡ്, അവൾ അവളുടെ അനുജൻ്റെ കൈ പിടിച്ചു. ഷീ സെഡ്, എന്നിട്ട് അനുജനോടായിട്ട് എന്താ പറഞ്ഞത്? വി മസ്റ്റ് സ്റ്റേ സ്ട്രോങ്, നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. The fireman came and put out the fire quickly. ഫയർമാൻ വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് പുട്ട് ഔട്ട് ദ ഫയർ ക്വിക്ക്ലി. ആ ഫയർ എന്ത് ചെയ്യാണ്? പെട്ടെന്ന് തന്നെ അണക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 5th ക്വസ്റ്റ്യൻ, കെല്ലി ഈസ് എ ബ്രേവ് ഗേൾ അല്ലേ? കെല്ലി ഈസ് എ ബ്രേവ് ഗേൾ. വാട്ട് ഡു യു മീൻ ബൈ ദ വേർഡ് ബ്രേവ്? ബ്രേവ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, റൺ അവേ ഫ്രം ഡേഞ്ചർ. റൺ അവേ ഫ്രം ഡേഞ്ചർ, അതായത് അപകടങ്ങളിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെടുക. അടുത്ത് ഫീലിംഗ് അഫ്രൈഡ്, പേടി തോന്നാം. ഓപ്ഷൻ സി, ഫേസിങ് പ്രോബ്ലംസ് ആൻഡ് ഡൂയിങ് ദ റൈറ്റ് തിങ്. പ്രോബ്ലംസിനൊക്കെ നേരിട്ട് ഫേസ് ചെയ്തിട്ട് അതിന് വേണ്ട കറക്റ്റായിട്ടുള്ള കാര്യം ചെയ്യാം. ഓപ്ഷൻ ഡി, സ്റ്റേ അവേ ഡ്യൂറിങ് എമർജൻസി. ഒരു അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് അതിൽ നിന്ന് മാറി നിൽക്കുക. അപ്പോൾ എന്തായിരിക്കാം വേർഡിൻ്റെ മീനിങ്? ബ്രേവ്. യെസ്, ഓപ്ഷൻ സി ആണ് വരിക അല്ലേ? ഫേസിങ് പ്രോബ്ലംസ് ആൻഡ് ഡൂയിങ് ദ റൈറ്റ് തിങ്. സോ അങ്ങനെയാണ് നമ്മുടെ കെല്ലി ബ്രേവ് ഗേൾ ആയതല്ലേ? യെസ്. അടുത്ത 6th ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ഇവൻറ്റ്സ്.
അപ്പം ഇതിൽ ആ ഒരു കഥ നടന്ന കറക്റ്റ് സീക്വൻസ് നമ്മൾ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, നൈബേഴ്സ് സോ ദ സ്മോക്ക്. നൈബേഴ്സ് സ്മോക്ക് കണ്ടു. കെല്ലി ആൻഡ് ഹർ ബ്രദർ പ്ലേഡ്. കെല്ലിയും അവളുടെ ബ്രദറും കളിച്ചു. ദ ഫയർമാൻ കെയിം. ഫയർമാൻ വന്നു. ബി, കെല്ലി സോ ദ സ്മോക്ക്. കെല്ലി എന്ത് കണ്ടു? പുക കണ്ടു. കെല്ലി ആൻഡ് ഹർ ബ്രദർ പ്ലേഡ്. കെല്ലിയും ബ്രദറും കളിച്ചു. ദ ഫയർമാൻ കെയിം. ഫയർമാൻ വന്നു. ഓപ്ഷൻ സി, കെല്ലി സോ ദ സ്മോക്ക്. കെല്ലി സ്മോക്ക് കണ്ടു. കെല്ലി കോൾഡ് ദ ഫയർമാൻ. കെല്ലി ഫയർമാനെ വിളിച്ചു. ദ ഫയർമാൻ കെയിം. ഫയർമാൻ വന്നു. ഓപ്ഷൻ ഡി, ഫയർമാൻ കെയിം ഫസ്റ്റ്. ഫയർമാൻ ആദ്യം വന്നു. കെല്ലി എക്സ്പ്ലെയിൻഡ് എവറിത്തിങ്. കെല്ലി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. കെല്ലി കോൾഡ് ദ ഫയർമാൻ. കെല്ലി ഫയർമാനെ വിളിച്ചു. സോ വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ സെൻറ്റൻസ് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കാം, മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? കെല്ലി സോ ദ സ്മോക്ക്. കെല്ലി എന്ത് കണ്ടു? സ്മോക്ക് കണ്ടു, പുക കണ്ടു. കെല്ലി കോൾഡ് ദ ഫയർമാൻ. കെല്ലി ആരെ വിളിച്ചു? ഫയർമാനെ വിളിച്ചു. ദെൻ ദ ഫയർമാൻ കെയിം. അങ്ങനെയാണ് ആര് വരുന്നത്? ഫയർമാൻ വരുന്നത്. ഓക്കെ. 7th ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യം, കെല്ലി ടോൾഡ് ഹർ ബ്രദർ വി മസ്റ്റ് സ്റ്റേ സ്ട്രോങ്. നമ്മുടെ കെല്ലി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. എന്താ കെല്ലി ബ്രദറിനോട് പറഞ്ഞത്? വി മസ്റ്റ് സ്റ്റേ സ്ട്രോങ്. നമ്മൾ എങ്ങനെ നിൽക്കണം? വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അപ്പം അത് പറയാനുള്ള റീസൺ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഷീ വാണ്ടഡ് ടു സ്റ്റോപ്പ് ദ ഫയർ. അവൾക്ക് ആ ഒരു തീ അണയ്ക്കണമായിരുന്നു, നിർത്തണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണോ കെല്ലീൻ്റെ ബ്രദറിൻ്റെ അടുത്ത് വി മസ്റ്റ് സ്റ്റേ സ്ട്രോങ് എന്ന് പറഞ്ഞത്? ആണോ? അപ്പോൾ നമുക്ക് നോക്കാം ഓപ്ഷൻസ് എന്തൊക്കെയാണുള്ളതെന്ന്. ഓപ്ഷൻ എ, ബോത്ത് ആർ ട്രൂ ആൻഡ് ദ റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടും ട്രൂ ആണ്, ശരിയാണ്. ആൻഡ് ദ റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻ ബി, ബോത്ത് ആർ ട്രൂ. രണ്ടും ശരിയാണ്. ബട്ട് ദ റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല റീസൺ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി, സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ, റീസൺ ഇസ് ട്രൂ. രണ്ടും ശരിയാണ് എന്നാണ് പറയണത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഫോൾസ്, തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്, റീസൺ ഇസ് ട്രൂ, റീസൺ ശരിയാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ഉത്തരം എന്താണ് വരിക? അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുള്ള പ്രസ്താവന എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കെല്ലി ടോൾഡ് ഹർ ബ്രദർ വി മസ്റ്റ് സ്റ്റേ സ്ട്രോങ്. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ റീസൺ ശരിക്കും ഇതാണോ? ഷീ വാണ്ടഡ് ടു സ്റ്റോപ്പ് ദ ഫയർ. തീ നിൽക്കാൻ വേണ്ടിയിട്ടാണോ, നിർത്താൻ വേണ്ടിയിട്ടാണോ അവനോട് അത് പറഞ്ഞത്? അല്ല. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. അതായത് ബോത്ത് ആർ ട്രൂ. രണ്ടും ശരിയാണ്. ബട്ട് ദ റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല നമുക്ക് താഴെ റീസൺ ആയിട്ട് തന്നിട്ടുള്ളത് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ദ ഫ്രേസ് പുട്ട് ഔട്ട് മീൻസ്. ഈ ഒരു കഥയിൽ പുട്ട് ഔട്ട് എന്നുള്ളൊരു ഫ്രേസ് ഉണ്ട്. കണ്ടോ? ലാസ്റ്റ് നോക്കൂ. ദ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ദ ഫയർമാൻ കെയിം ആൻഡ് പുട്ട് ഔട്ട് ദ ഫയർ ക്വിക്ക്ലി. ദ ഫയർമാൻ കെയിം. ഫയർമാൻ വന്നു. ആൻഡ് പുട്ട് ഔട്ട് ദ ഫയർ. പുട്ട് ഔട്ട് ദ ഫയർ ക്വിക്ക്ലി. പെട്ടെന്ന് തന്നെ ഫയർ പുട്ട് ഔട്ട് ചെയ്തു. ആൻഡ് വാട്ട് ഇറ്റ് മീൻസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്കെ. ഓപ്ഷൻ എ, ടു മേക്ക് ദ ഫയർ ബിഗ്ഗർ. ഫയർ എന്ത് ചെയ്യുക? ബിഗ്ഗർ ആക്കുക. ഓപ്ഷൻ ബി, ടു സ്റ്റോപ്പ് ദ ഫയർ. ഫയർ എന്ത് ചെയ്യുക? നിർത്തുക. ഓപ്ഷൻ സി, ടു പ്ലേ നിയർ ദ ഫയർ. ഫയറിൻ്റെ അടുത്ത് കളിക്കാം. ഓപ്ഷൻ ഡി, ടു റൺ അവേ ഫ്രം ദ ഫയർ. ഫയറിൽ നിന്നും ഓടി രക്ഷപ്പെടും. ഇതിൽ ഏതാണ് പുട്ട് ഔട്ട് എന്നുള്ളതിൻ്റെ കറക്റ്റ് മീനിങ് ഏതാണ്? ഓപ്ഷൻ ബി, ടു സ്റ്റോപ്പ് ദ ഫയർ. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ. നമ്മളുടെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ മോഡൽ അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മളുടെ എക്സാമിന് ജനുവരി
31 വരെയുള്ള ചാപ്റ്റേഴ്സാണ് വരിക. അതായത് ടോട്ടൽ 5 യൂണിറ്റ് ഉണ്ടായിരിക്കും. 5 യൂണിറ്റ് കംപ്ലീറ്റ് ഉണ്ടാവില്ല. 5 യൂണിറ്റിലെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള ജേർണി ഓഫ് റെയിൻ ഡ്രോപ്പ് എന്ന പാഠഭാഗം വരെ ആണ് നമുക്ക് നമ്മളുടെ എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നതനുസരിച്ച് നമ്മൾ നോക്കിയപ്പം കാണാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ള ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പം ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.